ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹസീന ജവാർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിദയ സോം ഗാർഡൻ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ ആന്തൂറിയംസൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ വെറൈറ്റികളൊക്കെ സോൾഡ് ഔട്ടായി. പിന്നെ ഉള്ള വെറൈറ്റീസൊക്കെ എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടുള്ളത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, റാഡിക്കൻസ് ക്രോസ് ലക്ഷൂറിയൻസ് ആണ്. ശരിക്കും നിങ്ങൾ ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ പഴയ വർഷമാണെന്ന് വെച്ചാൽ ഞാൻ കളക്ഷൻ തുടങ്ങിയ നാളെ മുതലുള്ളൊരു പ്ലാന്റാണ്. അതൊരു മദർ പ്ലാന്റാണ്. ഇതിനകത്ത് ഞാൻ കുറേ പ്ലാന്റുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്താ പറയുക, ലക്ഷൂറിയൻസ്, ഇപ്പോൾ ഇതൊരു ലക്ഷൂറിയൻസിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെയും റാഡിക്കൻസിൻ്റെയും കൂടെ ക്രോസ് ആണ് കേട്ടോ. അപ്പം ഇനി ഞാൻ നിങ്ങളെ ഇതിൻ്റെ തന്നെ ഒരു ക്രീപ്പർ, റാഡിക്കൻസിൻ്റെ ഒരു ക്രീപ്പർ വെറൈറ്റി കൂടി പരിചയപ്പെടുത്താം. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് ഈ റാഡിക്കൻസ്. ആ ഒരു ഫാമിലിയിൽ വരുന്നത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടല്ലേ, ഇത് റാഡിക്കൻസിൻ്റെ ഒരു പ്യുർ ഫോം ആണ്. ഇത് ശരിക്കും ഒരു ക്രീപ്പർ ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ വള്ളി പോലെ പടർന്ന് ചുറ്റിനും പിടിക്കുന്ന റാഡിക്കൻസിൻ്റെ പ്യുർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് പലപ്പോഴും മേടിക്കുന്ന റാഡിക്കൻസ് പ്യുർ ഫോം അല്ല. അപ്പോൾ ഇതിൻ്റെയും ആ ഒരു ലക്ഷൂറിയൻസിൻ്റെയും കണ്ടില്ലേ, ലക്ഷൂറിയൻസിൻ്റെയും കൂടെ ഒരു ക്രോസ് ബ്രീഡാണ് ഈ ഒരു ലക്ഷൂറിയൻസ് ക്രോസ് റാഡിക്കൻസ് എന്ന് പറയുന്നത്. ഭയങ്കര സൂപ്പറാട്ടോ. ഒരു നല്ലൊരു ബുഷി ആയിട്ട് ഇങ്ങനെ നിന്ന് കഴിയുമ്പം ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ക്രിസ്റ്റാലിനം ക്രോസ്, അതായത് നമ്മുടെ ഡാർക്ക് ഫോം ക്രിസ്റ്റാലിനം ഇല്ലേ, ഈ ഒരു വെറൈറ്റിയുടെയും ഫൊർഗട്ടിയുടെയും കൂടെ ഒരു ക്രോസ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്ന. പറയാൻ വാക്കുകളില്ല കേട്ടോ, അത്രയ്ക്ക് സൂപ്പറാണേ. നല്ല സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഭയങ്കര വലിയ സൈസിലെ ലീഫൊക്കെ വെച്ച് നിൽക്കുവാണ്. അപ്പോൾ അതൊരു നല്ല സൂപ്പർ വെറൈറ്റിയാണ്. അപ്പോൾ അത് സെയിലിനുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും സെയിലിന് അവൈലബിൾ അല്ല. ഭയങ്കര എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമുള്ളൊരു വെറൈറ്റിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന വേറൊരു വെറൈറ്റി ഉണ്ട്. ഇതും ക്രിസ്റ്റാലിനത്തിൻ്റെയും റിഗാലയുടെയും കൂടെ ഒരു ക്രോസ് ബ്രീഡാണ്. അതും ആ ഒരു ഡാർക്ക് ഫോം ക്രിസ്റ്റാലിനത്തിൻ്റെയും റിഗാലയുടെയും കൂടെ ഒരു ക്രോസ് ബ്രീഡ് ആയതുകൊണ്ടാണ് അതിനും ഇത്ര ഭംഗി. എടുത്തു പറയാൻ ഉള്ള രണ്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാന്റ് തന്നെ കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നമുക്ക് ആസ് യൂഷ്വലി ഞാൻ എപ്പോഴും പറയുന്നൊരു പ്ലാന്റാണ് ക്രിസ്റ്റാലിനം ഡാർക്ക് ഫോം, അതുപോലെ തന്നെ ബെസ്സെ AFF. അതും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡാർക്ക്. എനിക്കെപ്പോഴും ഈ ആന്തൂറിയത്തിൽ ഞാൻ എപ്പോഴും കളക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഫോം ലീഫുകൾ വരുന്ന വെറൈറ്റികളും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വരുന്ന ഈ നമ്മുടെ ഈ പറയുന്ന റാഡിക്കൻസ് ഒക്കെ പോലുള്ള വെറൈറ്റീസ്, പിന്നെ ക്യൂന്, അങ്ങനെയൊക്കെ ഉള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും കളക്ട് ചെയ്യുന്നത്. എനിക്ക് ഈ നോർമൽ ഗ്രീൻ ലീഫിനോട് അത്ര വലിയ കമ്പം ഇല്ല. എനിക്ക് ആന്തൂറിയത്തിനകത്താണെങ്കിലും എല്ലാത്തിനകത്താണെങ്കിലും ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഭംഗി, ഡാർക്ക്നെസ്, അതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് എപ്പോഴും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരാളാണ് നമ്മുടെ പാപ്പിലോമനം. കണ്ടില്ലേ, പാപ്പിലോമനം ഫോർട്ട് ഷെർമാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും പാപ്പിലോമനത്തിൻ്റെ കുറേ വെറൈറ്റി ഹൈബ്രിഡ്സ് ഒക്കെ ഒത്തിരി മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇത് പ്യുർ ഫോം ആണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഏകദേശം എല്ലാം ഇക്കോജനറ പ്യുർ ഫോമും ഇന്ത്യൻ ഫോം. ഇപ്പം ക്യൂനിനകത്ത് നോക്കുവാണെങ്കിൽ ഇത് കണ്ടല്ലോ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ക്യൂനല്ല, ഇത് ഡാർക്ക് നാരോ ഫോം ആണ്. ഇന്ത്യൻ ഫോം തന്നെയാണ്, പക്ഷേ ഡാർക്ക് നാരോ ഫോം ഇക്കോജനറയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഇന്ത്യൻ ഫോം അല്ല, ഇത് ഇക്കോജനറ ഫോം ആണ്. ഇന്ത്യൻ ഫോം എന്ന് പറയുമ്പോഴത്തേന് ഇത് ബ്രോഡ് ഫോം ആണ്. അത് കുറച്ച് ഭയങ്കര ബ്രോഡ് ലീഫായിരിക്കും. ഇത് കുറച്ച് ഭയങ്കര നാരോ ആയിരിക്കും. ഒരു ഡാർക്ക്നെസ്സും വരും ലീഫിന്. മറ്റതൊരു ഗ്രീൻ കളറിലിരിക്കും, പക്ഷെ നല്ലൊരു നല്ല ബ്രോഡ് ഫോം, നല്ല ബ്രോഡ് ലീഫായിരിക്കും. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല ബ്രോഡ് ലീഫായിരിക്കും കേട്ടോ. അപ്പം എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ കുറേ പ്ലാന്റ്സുകൾ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മാറ്റലും തിരിക്കലും. ഇതിൻ്റെ ഇടയ്ക്കുന്ന് കുറേ സോൾഡ് ഔട്ട് ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പഴയ ബ്യൂട്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എങ്കിലും ഒത്തിരി പ്ലാന്റ്സ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്ത് മേടിക്കുന്നില്ലേ, എല്ലാം നമുക്ക് നമ്മുടെ കളക്ഷന് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ആക്കി ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുവാണ്. അതിനകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ കുറേ വെറൈറ്റീസ് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊരു നമ്മുടെ മറന്നുപോയല്ലോ,
ക്ലാരി എനിക്ക് എപ്പോഴും മറന്നുകൊണ്ടൊരു പേരാണ് ക്ലാരിനെർവിയം. എന്നാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരുമാണ് ക്ലാരിനെർവിയം. ഭയങ്കര ഭംഗിയുള്ള ഒരു ക്ലാരിനെർവിയം ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ഫിലോ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഗ്ലോറിയോസ് എന്ന് പറയുന്നു. ശരിക്കും ആന്തൂറിയത്തിൻ്റെ ഇടയ്ക്കൊക്കെ അതുമായിട്ട് ഒരു ഭയങ്കര ഒരു മാച്ചിങ് വരുന്നത് കൊണ്ട് ഞാൻ വെച്ചതാണ്. അപ്പം പിന്നെ ഇവിടെ നമ്മുടെ ബെസ്സേ AFF സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കളക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ ഇതൊരു ഇക്കോ ജനറ പ്രിൻസസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടോ. ഇത് പുതിയ ലീഫൊന്നും വന്നിട്ടില്ല, ഞാനിങ്ങനെ വെയിറ്റിങ്ങിലാണ്. പിന്നെ ഇത് ഡാർക്ക് ഫോം ഫോർഗട്ടിയുടെ തന്നെ പ്യൂർ ഫോമാണ്. ഇതൊക്കെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഉള്ള വെറൈറ്റികളാണ് ഇതൊക്കെ. ഏഞ്ചൽ വിങ്സ് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് വന്നിട്ട് വളയും. കുറച്ച് വളരുമ്പോഴത്തേന് ഈ ലീഫിൻ്റെ ഈ ഒരു എൻഡ് വെച്ചിട്ട് അതങ്ങ് ബെൻഡാവും. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. നമ്മൾ നെറ്റ് പിക്കൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ഭംഗി. ഇത് നമ്മുടെ ഹോയ ഏരിയയാണ്. ഇവിടെ വലിയ കെയറിങ് ഒന്നുമില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ആന്തൂറിയംസ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഒരു ലോങ് വ്യൂവിലൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ അടുത്തേക്ക് പോകുമ്പം തന്നെ അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ നമുക്കിങ്ങനെ അടുത്തോട്ട് പോകുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. എങ്കിൽ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അട്രാക്ഷനാണ് ആന്തൂറിയംസ് ഇരിക്കുന്ന സ്ഥലം. എത്ര കണ്ടാലും എനിക്ക് മതി വരാത്തൊരു ഏരിയയാണ് കേട്ടോ. ഇതിൻ്റെ മോൾഡ് അവൾക്ക് ഇഷ്ടമുള്ളൊരു പാവക്കുട്ടിയാണ്, ഇഷ്ടമുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഗാർഡനിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പം മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ കൂടി അവിടെ ഇങ്ങനെ ഇരുത്തി നോക്കിയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു നമ്മുടെ മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ കിട്ടും ഈ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ. പിന്നെ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ചെടികളൊക്കെ നല്ല കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുവാണ്. വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ വെയിലൊക്കെ വെച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു നെറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് മുകളിലേക്ക് കെട്ടിക്കൊടുക്കണം. അപ്പം അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു മജസ്റ്റിക് ഉണ്ടോ, മജസ്റ്റിക്കിന് പുതിയ ലീഫൊക്കെ വന്ന് നല്ല സെറ്റായി നിൽപ്പുണ്ട്. നമ്മുടെ തായ് കോൺസ്റ്റലേഷനൊക്കെ സൂപ്പറായിട്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാട് അതുപോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. വലിയൊരു തായ് കോൺസ്റ്റലേഷൻ ഉണ്ട്. പക്ഷേ കുറച്ചൊന്ന് വെയിലടിച്ചിട്ട് ഒച്ചിരി ആളുടെ ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ചൊന്ന് ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പം കുറച്ചൊന്ന് ഷെയ്ഡ് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിലേക്കുള്ള കുറച്ച് കളക്ഷൻസ് കൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് മുകളിൽ നമ്മുടെ ആ ഒരു ഹട്ടിൻ്റെ അടുത്തേക്ക് പോവാം. ഈ ഒരു ബുള്ളോക്കാട്ടിൽ കൂടെ കയറിയിട്ട് പോകാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ആ സിറ്റ് ഔട്ടിൽ നിന്നും നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ 2-3 ദിവസമായി കയറിയിട്ട് ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെള്ളം ഒഴിക്കാനൊന്നും കയറാറില്ല. അപ്പം നമ്മുടെ ഈ പറയുന്ന അസ്പരാഗസ്, നമ്മുടെ ഈ അസ്പരാഗസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. നല്ലൊരു പച്ചപ്പ്, നല്ല ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് കേട്ടോ ഈ ഒരു അസ്പരാഗസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹട്ടിൻ്റെ മുകളിലും അതിങ്ങനെ വർഷങ്ങളായിട്ട് വെച്ചിരിക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ എല്ലാം ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഒന്നിനോടും ഇഷ്ടക്കുറവുമില്ല, ഇഷ്ടം കൂടുതലേ ഉള്ളൂ എല്ലാ പ്ലാന്റ്സിനോടും. ഇവിടെ 2 ഫേൺസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പണിയൊക്കെ അത്യാവശ്യം ഫിനിഷായിട്ടുണ്ട്. ആ ഒരു നൈറ്റിൽ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിവിടെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട്. ഇവിടെ അകത്ത് പ്ലാന്റ്സ് ഒന്നും അങ്ങനെ അധികം വെച്ചിട്ടില്ല, ഇനി വെക്കണം. അല്ല, അകത്ത് വെക്കുന്നില്ല, ഈ സൈഡിലായിട്ടൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഹാങ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പം നമ്മുടെ ക്യാറ്റ്സ് ക്ലോയൊക്കെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഭയങ്കര അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കുമ്പം. നമുക്ക് നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാനും. ഈവനിങ് വന്നിരുന്ന് നമുക്കൊരു ടീ ഒക്കെ കുടിക്കാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. 2 കിളിക്കൂടൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു പ്രകൃതിയിലെ കിളിക്ക് വന്നിരിക്കാനാണ് ഞാനപ്പോൾ തിന മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇതുവരെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഇവിടെ വെച്ച് കൊടുക്കുമ്പം കിളികൾ വന്നിരുന്നത് കഴിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ, പ്രതീക്ഷയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്രകൃതിയിലെ കിളികളെയൊക്കെ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കൂടുതലും ആ ഒരു പച്ചപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഈ ഒരു അസ്പരാഗസൊക്കെ വെച്ച്. പിന്നെ നമ്മൾ കൂടുതൽ ഈ ഒരു മുള്ളില്ലാത്ത ഈ ഒരു യൂഫോർബിയ ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. എപ്പോഴും ഫ്ലവർ ഇട്ട് നിൽക്കും, നല്ല ഭംഗിയാണ്. നമുക്കിത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്.
അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ഇപ്പം ക്ലൈമറ്റിൽ ഇപ്പം എപ്പോഴും മഴ ആയതുകൊണ്ടാവാം ബൊഗെയിൻ വില്ലാസ് ഒന്നും പൂവിട്ടിട്ടില്ല. ഇനിയിപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങുമ്പം നല്ല രസമായിരിക്കും. അപ്പോൾ ഇപ്പം ഇങ്ങനെ മുട്ടൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഒരു പോട്ടിലുള്ള ഈ ഒരു ബൊഗെയിൻ വില്ലയ്ക്കകത്ത് ഫ്ലവറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു അസ്പരാഗസ് വെക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കത് നോക്കാം. കണ്ടോ, അപ്പം നമ്മൾ ഈ ഒരു എഗ് പോട്ടിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു ഭംഗി വരും. ഒരുമിച്ച് ഒരേപോലെ ഒരേ പോട്ട്സിൽ ഒരേ പ്ലാന്റ് വെക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. നമുക്കതൊന്ന് കാണാം. കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മേളിൽ വന്നാലുള്ള പരിപാടികൾ. മുകളിലേക്ക് വരുമ്പോൾ ശരിക്കും വേറൊരു വൈബാണ് കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് രസമാണെന്നറിയാവോ, ഇങ്ങനെ കാണുമ്പം നല്ല രസമാണ്. ഇവിടെ ഇരുന്നിങ്ങനെ അങ്ങ് ദൂരെ അങ്ങ് മലയൊക്കെ കാണാനും എന്തോ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എല്ലാവരും ചോദിക്കും ഈ അസ്പരാഗസിൻ്റെ സൈസ് എത്രയാണ്. അപ്പോൾ 2 സൈസിലെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒന്ന് വരുന്നത് ഈ ഒരു സൈസിൽ, അതായത് നമ്മളിപ്പം ഈ ഒരു പോട്ട്സിനകത്ത് വെച്ചില്ലേ, ഈ ഒരു സൈസിലെ പ്ലാന്റും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സൈസിലെ ചെറിയ സൈസ് പ്ലാന്റാണ്. കണ്ടോ, അപ്പോൾ അതാണ് നമുക്കിപ്പം ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസുകളെന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ സൈസ് ചോദിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തിരക്ക് കാരണം സൈസ് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൈസ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇവിടുന്ന് ഇറങ്ങിയാൽ നമുക്ക് ഈ ഒരു ബുള്ളോ കാർട്ടിനകത്തിരുന്നിട്ട് നല്ല രസമാണ്. നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. അവിടെ ഇരുന്നാലും നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ പുറത്തോട്ടും. ഇനി ഇവിടെ എല്ലാം ചെടികൾ വെച്ച് മറച്ചത് കാരണം എല്ലാം മറഞ്ഞു പോയി. എങ്കിലും നല്ലൊരു വ്യൂ ആണ് ശരിക്കും. അപ്പോൾ മുകളിൽ നിന്നുള്ളൊരു ബ്യൂട്ടി കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം കുറേ നാളായില്ലേ മുകളിൽ നിന്ന് കണ്ടിട്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഫ്ലവറിങ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ആ ഒരു പച്ചപ്പ് നല്ല ഭംഗിയാണ് കാണാൻ എപ്പോഴും. നമ്മുടെ ഒരു ഫേണും അസ്പരാഗസും ഒക്കെ വെച്ച് കാണുമ്പോഴുള്ളൊരു ബ്യൂട്ടി. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ആ ഒരു പച്ചപ്പിനെ ആ ഒരു നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകണം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ റൈറ്റ് സൈഡിലേക്ക് അവിടെ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ആന്തൂറിയൊക്കെ ഇരിക്കുന്ന ഏരിയ. പിന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫോളിയേജിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. ശരിക്കും എപ്പോഴും ആ ഒരു ഫോളിയേജ് നമുക്ക് വീട്ടിൽ വെക്കുമ്പം ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ എപ്പോഴും ഭയങ്കര ഗ്രീനറി ആയിരിക്കും. എപ്പോഴും ഒരു ജീവനുള്ളൊരു അവസ്ഥയായിരിക്കും. നമുക്കിപ്പോൾ ഒരു ഫ്ലവറിങ് പ്ലാന്റ് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും മെയിൻ്റനൻസ് ഭയങ്കരമാണ്. റീപോർട്ടിങ് ചെയ്യണം, വളം ചെയ്യണം. ഞാൻ എൻ്റെ ഈ ഒരു ലീഫി പ്ലാന്റ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ ഭാസാക്കോട്ട മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അത് നല്ല പച്ചപ്പിൽ ഇങ്ങനെ വളർന്നോളും. റീപോർട്ടിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു 2-3 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഫോളിയേജിൻ്റെ ഒരു ബ്യൂട്ടി ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളും വിശേഷങ്ങളും ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന ആ ഒരു ഇൻസ്പിറേഷനാണ് ശരിക്കും എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്